ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് റൂം ടൂർ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ്, വലിയ കുഴപ്പമില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാണുവാണെങ്കിൽ ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. സോ ദിസ് ഈസ് വാട്ട് ദി റൂം ലുക്സ് ലൈക്ക്. വളരെ ചെറിയ റൂമാണ്. അപ്പോൾ ഫസ്റ്റ് കയറി വരുമ്പോൾ തന്നെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ക്ലോസറ്റാണ്. മൊത്തം എൻ്റെ ക്ലോത്ത്സ് ആണ്, എൻ്റെ ടോപ്പുകളാണ് ഇതെല്ലാം കിടക്കുന്നത്. സ്ലീവ്ലെസ് ആണെങ്കിൽ എല്ലാം ഫ്രണ്ടിൽ ഹാഫ് സ്ലീവ്സ്, ഇതെല്ലാം എൻ്റെ ജേഴ്സീസ് ആണ്. ഈ ഒരു സെക്ഷൻ ഫുള്ള്. പിന്നെ ഇത് 3/4 കൈ വരുന്നത്, ഫുൾ സ്ലീവ് ഫ്രണ്ട് ബട്ടൺ ഷർട്ട്സ് സാധാരണ. പിന്നെ ഇങ്ങനെ ഹുഡിയുള്ള ഷർട്ടുണ്ട് കുറേ, അപ്പോൾ അത് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. വൺസീസും സ്ലീവ്ലെസ് ഡ്രസ്സസ്, ലോങ് സ്ലീവ് ഡ്രസ്സസ്, പിന്നെ 2-piece സെറ്റ്സ് ഒക്കെയാണ് ബാക്കിലോട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ക്ലോസറ്റിലുള്ളത്. പിന്നെ മുകളിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതൊക്കെ ഹെയറിൻ്റെ ആക്സസറീസ് സാധനങ്ങളൊക്കെ. ഇതിനെനിക്കൊരു ബോക്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണമെന്നുണ്ട്. അതൊക്കെ ഇനി വാങ്ങിക്കും. ഇപ്പം എന്തായാലും ഇങ്ങനെയാണ് വെച്ചിരിക്കണതെല്ലാം. അപ്പോൾ ആ ഫസ്റ്റ് ക്ലോസറ്റ് നിങ്ങൾ ഈ കണ്ടതായിരുന്നു അത്. അപ്പം അടുത്തത് ഇവിടെയാണ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഷോർട്സ്, സ്കേർട്സ്, പാൻസ്, ജീൻസ്, പിന്നെന്താ ഇത് ജാക്കറ്റ്സ്, ഹുഡി, കാർഡിഗൻസ്, പിന്നെ ഇതെല്ലാം ഇന്ത്യൻ ഔട്ട്ഫിറ്റ്സ് ആണ്. അതൊക്കെയാണ് അപ്പോൾ ഇവിടെ ഉള്ളത്. പിന്നെ ഇതെല്ലാം എൻ്റെ ഷൂസും ചെരുപ്പുകളും, മുകളിലാണെങ്കിലും കുറേ പാഡുകളും മറ്റുള്ള എമർജൻസി സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു സെക്ഷൻ ഫുള്ള് ഞാൻ എൻ്റെ ക്യാപ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത് ഹെഡ് സ്കാർഫ്സ്, ബൻഡാനാസ് ഒക്കെയാണ് എൻ്റെ. അപ്പോൾ ഇതൊരു ഹാറ്റ്. ഞാൻ ഒരു ടൈമിൽ ഫെഡോറ ഹാറ്റ് ഭയങ്കര ഒരു ട്രെൻഡിങ് ആകുന്ന സമയത്ത് വാങ്ങിച്ചതാണ്. ഞാൻ അങ്ങനെ വെക്കാറില്ല ഹെയർ ആക്സസറീസും കാര്യങ്ങളൊക്കെ. അത് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ അങ്ങനത്തെ ഒരു സ്പേസ് അവിടെ അത്രയും ബാക്കി വന്നപ്പോൾ എനിക്കെന്തോ മിസ്സിങ് ആയതുപോലെ തോന്നി. അങ്ങനെ ഈ ഒരു വോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എൻ്റെ സ്റ്റുഡൻസ് എനിക്ക് വരച്ചു തന്നിട്ടുള്ള കുറേ ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ അതോടെ ഇങ്ങനെ ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കണ ഫുള്ള് ഫോട്ടോസാണ്. ഇതൊക്കെ എനിക്ക് ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ കസിൻ തന്നൊരു ഗിഫ്റ്റാണ്. ഇത് ഞാൻ 8th പഠിക്കുമ്പോൾ ഇവിടെ ഡാൻസ് ടീമിലുണ്ടായിരുന്നു. ബാലെ ഡാൻസ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസിന് മുമ്പ് ഞങ്ങളുടെ ഡാൻസ് കോച്ച് ഞങ്ങൾക്ക് തന്നൊരു ഗിഫ്റ്റായിരുന്നു ഈ ഫോട്ടോസൊക്കെ. അപ്പോൾ അത് എനിക്ക് ആ ഒരു മെമ്മറിക്ക് വേണ്ടി ഞാൻ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഇത് എൻ്റെ നൈറ്റ് സ്റ്റാൻഡിൽ എപ്പോഴും ഉണ്ടായിരുന്നൊരു ഫോട്ടോയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ തന്നെയാണ്. വർഷങ്ങൾ ഞങ്ങൾ പ്രണയം തുടങ്ങിയ കാലം തൊട്ട് ഞാൻ എടുത്ത ഫോട്ടോ തന്നെയാണ് ആക്ച്വലി അത്. അപ്പോൾ അതവിടെ ഉണ്ട്. ഇതും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഇത് എൻ്റെ ഫാമിലി ഫോട്ടോ ആണ്. ഞങ്ങൾ വളരെ റെയറായിട്ട് ഫാമിലി ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇത് എന്നും എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇതാണ്. എൻ്റെ 18th ബർത്ത്ഡേക്ക് എടുത്തതാണ്. അപ്പോൾ ഇതും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ US കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഇതുണ്ട്. ഇവിടെ ഒരു മിറർ ഞാൻ ചുമ്മാ ഒരു ഭംഗിക്ക് വെച്ചതാണ്. പിന്നെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയൊരു സാധനമായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചൊരു ബാക്ക് ഡ്രോപ്പ് ആണല്ലോ, അപ്പോൾ എന്തായാലും വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും ആവശ്യമാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. പിന്നെ ഈ സെക്ഷനാണ് എൻ്റെ മേക്കപ്പ് സെക്ഷൻ. സ്കിൻ കെയർ ആണെങ്കിലും കുറേ മേക്കപ്പ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എന്തൊക്കെയോ ഇരിക്കുന്നു. പിന്നെ ഇവിടെ ഇതിൻ്റെ താഴെ ആണെങ്കിൽ നെയിൽ പോളിഷും നെയിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ എൻ്റെ ജ്വല്ലറി സെക്ഷനാണിത്. പിന്നെ ഇത് അമ്മ എനിക്ക് വാങ്ങിച്ചതാണ്. എന്തിനാണ് ഞാൻ ആനയെ വാങ്ങിച്ചത് എനിക്കറിയത്തില്ല. ഇത് രണ്ടും എൻ്റെ ഹെയർ ആക്സസറീസ് ആണ്. എവിടെ വെക്കണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആനയ്ക്കിട്ട് കൊടുത്തു. അപ്പോൾ അതാണ് അത്. ഈ താഴെ ഇരിക്കുന്നതൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഇതുപോലത്തെ കുറേ ബോക്സ് വാങ്ങിച്ചിട്ട് എല്ലാം ഓർഗനൈസ് ചെയ്യണമെന്നൊക്കെ എനിക്കുണ്ട്. പക്ഷേ നേരമില്ല. പിന്നെ ഇത് സ്കൂളിൽ നിന്ന് കിട്ടിയ, ഇതും എനിക്കൊരു ഫ്രണ്ട് എനിക്ക് ക്രിസ്മസിന് വന്നിട്ടുണ്ടായിരുന്നതാണ്. കുറേ പെർഫ്യൂംസ് ആണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പെർഫ്യൂം. ഇത് ഹെയർ പെർഫ്യൂമാണ്, ഹറിയാന ബ്രാൻഡയുടെ പെർഫ്യൂമാണ്. ഇതായിരുന്നു ഒരു ടൈമിൽ എൻ്റെ സിഗ്നേച്ചർ സെൻറ്റ്. ഇപ്പം ഇതാണ് ലവിയബിൾ ബൈ ലാങ്കം. റീസ്റ്റോക്ക് ആണ്. അതായത് ഞാൻ എക്സ്ട്രാ എല്ലാ സാധനങ്ങളും കുറച്ച് വാങ്ങിച്ചു വെക്കും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് 2 ഉണ്ട്. ഇതിൻ്റെ ആവശ്യമില്ല, പക്ഷേ പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ കുറേയൊക്കെ വാങ്ങിച്ചത്. കുറേ ഏതാണ്ടൊക്കെ ബോഡി സ്ക്രബ് മറ്റേത് മറിച്ച് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചിലതൊക്കെ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, ചിലതൊന്നും ഞാൻ പൊട്ടിച്ചിട്ടുമില്ല. ബാക്ക് സ്റ്റോക്ക് എന്നൊക്കെ പറയാം, അങ്ങനത്തെ ഒരു സംഭവമാണ്. പിന്നെ ഇതാണ് എൻ്റെ ബെഡ്. ഞാൻ അങ്ങോട്ടേക്ക് കൂടുതൽ ഫോക്കസ് ചെയ്തില്ല, കാരണം ഞാനിപ്പോൾ എഴുന്നേറ്റപ്പോൾ ഇവിടെ മൊത്തം അലങ്കോലാക്കിയിട്ടാണ്. പക്ഷേ ഇങ്ങനെയല്ല, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആക്കിയിട്ടാണ് ഞാൻ പോകാറുള്ളൂ. ബെഡ് ഷീറ്റൊക്കെ മടക്കി വെച്ചിട്ടേ പോകത്തുള്ളൂ. എല്ലാം സ്നാക്സാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും തിന്നുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എടുത്ത് വെച്ചതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് എനിക്ക് തിന്നാൻ. പിന്നെ ഈ ഒരു വോളാണ് എൻ്റെ ഹാപ്പി വോൾ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു വോൾ എന്ന് പറയാം. ഇതിൽ കൂടുതലും ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ടുള്ള ഫോട്ടോസ് തന്നെയാണ് ഉള്ളത്. പിന്നെ ഇതെൻ്റെ കസിനാണ്. ഇതും ഞങ്ങളുടെ ഒരു കസിനാണ്, ഹസ്ബൻഡിൻ്റെ കസിനാണ്.
ചേട്ടൻ. ഞങ്ങൾ ഫാമിലി ആയിട്ട് എടുത്തൊരു ഫോട്ടോ ആയിരുന്നു. പിന്നെന്താ ഇതെല്ലാം കണ്ടോ, ഇതെല്ലാം അദ്ദേഹമാണ്. ഇത് ഞങ്ങൾ വണ്ടർലയിൽ പോയപ്പോൾ ഇതേ നേരത്തെ കാണിച്ച അതേ ആൾ തന്നെയാണ് ഈ ഇരിക്കുന്നത്. പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ പേരൻസ് ആണ്. ഇതെൻ്റെ 2 അമ്മമാർ. പിന്നെ ഇത് എൻ്റെ ഗ്രാൻഡ് പേരൻസ് ആണ്. ഇതൊക്കെ പല സ്ഥലത്തു നിന്ന് എടുത്താണ്. പിന്നെ ഈ ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചത് ഇൻസ്റ്റഗ്രാമിലുള്ളൊരു പേജാണ് അവരുടെ. ഞാൻ അതിന് വേണ്ടിയിട്ടൊരു വീഡിയോ ഇൻസ്റ്റയിൽ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ പിക്ചേഴ്സൊക്കെ ആവശ്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. പിന്നെ ഈ ബട്ടർഫ്ലൈസ്, ലൈറ്റ്സ് ഒക്കെ ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഐ വിൽ ഡെഫിനറ്റ്ലി പോസ്റ്റ്. പിന്നെ ഇതൊക്കെ എൻ്റെ കുഞ്ഞിലത്തെ, ഇത് നമ്മൾ ഈ എൻ്റെ അപ്പൻ പ്രവാസി പണ്ട് കുഞ്ഞിലെ തൊട്ടേ പുറത്തായിരുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ വളർച്ച അറിയുന്നത് ഫോട്ടോയിലൂടെയാണല്ലോ. അപ്പോൾ അന്ന് എൻ്റെ അമ്മ പപ്പായ്ക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസാണ് ഇത്. ഞാനും എൻ്റെ അനിയനും കുഞ്ഞിലത്തെ ഫോട്ടോസാണ്. എനിക്കൊന്ന് അവന് 3-4 വയസ്സുള്ള ഫോട്ടോ ആണിത്. ഇപ്പോൾ അവനിപ്പോൾ 18 വയസ്സായി, എനിക്ക് 23 വയസ്സായി. പിന്നെ ഈ ഫോട്ടോ ഇത് അവന് 6 മാസമുള്ള അപ്പോൾ എടുത്ത ഫോട്ടോയാണ്. എനിക്കിതിൽ 5 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ വളരെ ഇതായി. പക്ഷെ എന്നാലും ഈ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. റൂമിൻ്റെ അവസ്ഥക്ക് ഞാൻ ലൈറ്റ് ഓഫ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഞാനിങ്ങനെയാണ് കിടക്കാറ്. പിന്നെ ഇത് നൈറ്റ് സ്റ്റാൻഡാണ്. ഇവിടെ ആക്ച്വലി ഇതിങ്ങനെയല്ല വരേണ്ടത്. ഓക്കെ, ഇതിൽ കുറച്ചുകൂടെ പണികളൊക്കെ ചെയ്യാനുണ്ട്. ഞാൻ വീണ്ടും കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് റൂമിൽ ചെയ്യണമെന്നുണ്ട്. ഈ വയറൊക്കെ ഇവിടെ ഇങ്ങനെ വരാൻ പാടില്ല. ഇതൊക്കെ ഞാൻ ബാക്കിലോട്ട് ആക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കിപ്പോൾ മടിയാണ്. പിന്നെ എൻ്റെ ലാപ്പുണ്ട്. ഇത് ചിലപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഐഡിയാസൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ എഴുതി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ബുക്കും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ കിട്ടുന്നൊക്കെ എഴുതി വെക്കും. അപ്പോൾ അതൊക്കെയാണ് ഉണ്ടായിരുന്നത്. എൻ്റെ റൂമിൻ്റെ വിശേഷങ്ങൾ അതൊക്കെയാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കാണണമെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ വന്ന് നോക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി എപ്പോഴെങ്കിലും കാണാം. ബൈ.